നമസ്കാരം. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ മുഖം നോക്കില്ല. എവിടെയും എങ്ങനെയും കയ്യേറാമെന്നാണ് ഭാവമെങ്കിൽ അത് വകവെച്ചു കൊടുക്കില്ല. ആദ്യം വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ കുറിച്ച് ചർച്ച ചെയ്ത സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ആരോടൊക്കെ ചർച്ച ചെയ്തോ അവരുടെ എല്ലാം പിന്തുണയുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഇതും പതിവ് ആധര വ്യായാമത്തിനപ്പുറം എന്താണ് നടപടിയെന്ന് മുഖ്യമന്ത്രി തെളിച്ചു പറഞ്ഞിട്ടില്ല. 1977 മുൻപ് കുടിയേറിയവർക്കെല്ലാം പട്ടയം. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും. തോട്ടം തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും. കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഈ വാചകമടി. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശുഭസൂചനയായി കാണുകയാണ്. മൂന്നാർ ഒഴിപ്പിക്കലിൽ തടസ്സമായ മന്ത്രി എം മണിയെ യോഗത്തിലേക്ക് വിളിക്കാത്തതും നല്ലത്. മന്ത്രിയുടെ സഹോദരപുത്രന്റെ കയ്യേറ്റം വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പണിപ്പെട്ടേനെ. ഇനി അറിയേണ്ടതൊന്നു മാത്രം, JCBക്ക് വിലക്കുള്ള മൂന്നാറിൽ ആദ്യം കൈവയ്ക്കുന്നത് എവിടെയായിരിക്കും? കയ്യേറ്റമെന്ന് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞ റവന്യൂ വകുപ്പിന്റെ പട്ടികയിൽ അജ്ഞാത വ്യക്തിയെന്ന് രേഖപ്പെടുത്തിയ ദേവികുളം MLA S രാജേന്ദ്രനെ ഒഴിപ്പിച്ച് ഈ ഉദ്യമം തുടങ്ങിവെക്കാൻ ആർജവം കാട്ടുമോ മുഖ്യമന്ത്രി? ലിജീഷ് ലംബോദരനെയും ആൽബിനെയും ശശികുമാറിനെയും തൊട്ടാൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കല്ലേറ് കൊള്ളില്ലെന്ന് തെളിച്ചു പറയാൻ കഴിയുമോ മുഖ്യമന്ത്രിക്ക്? പതിവ് പല്ലവി ആവർത്തിക്കുന്നത് കേൾക്കാൻ കേരളത്തിന് താല്പര്യമില്ല. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന് വേണ്ടി സർവകക്ഷി യോഗം നടത്തിയ പശ്ചാത്തലത്തിലും സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങളും സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിനപ്പുറം എന്ത് നടപടിയാണ് സർവകക്ഷി യോഗത്തിലെടുത്തത്? റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഇനിയും അടയിരിക്കുമോ സർക്കാർ? S രാജേന്ദ്രൻ MLAയുടെ കയ്യേറ്റം ഒഴിപ്പിച്ച് നാണക്കേട് ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? കയ്യേറ്റക്കാരുടെ പട്ടികയിലുള്ള CPM നേതാക്കളെ തൊട്ടാൽ ഇടുക്കി CPM അടങ്ങിയിരിക്കുമോ? M മണിയോട് ചോദിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന മുൻ നിലപാട് മുഖ്യമന്ത്രി തിരുത്തുകയാണോ? കയ്യേറ്റം ഒഴിപ്പിക്കലിന് പൂർണ്ണ പിന്തുണയ്ക്കപ്പുറം പ്രതിപക്ഷത്തിന് ക്രിയാത്മക നിർദ്ദേശം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി, BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്, പരിസ്ഥിതി പ്രവർത്തകരും സർക്കാരുമായുള്ള ചർച്ചയിൽ പങ്കെടുത്ത ഹരീഷ് വാസുദേവൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം മുൻ MLA TN പ്രതാപനും ഈ ചർച്ചയിൽ ചേരും. ദേവികുളം MLA S രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. പതിവ് പ്രഖ്യാപനങ്ങൾക്കപ്പുറം എന്തെങ്കിലും മൂന്നാർ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായോ? ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.